മിനിറ്റ് ഒരു ക്ലീൻ മിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞ് ഇവിടെ നിന്ന് ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ട്. ഓക്കെ, ഈ ഒരു സ്വീപ്പാണ്, അതിന്റെ മേലെ പ്രൈസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇരിക്കട്ടെ. ഓർഡർ ബ്ലോക്ക് മീറ്റേറ്റ് ചെയ്തതിൻ്റെ താഴെ നോക്കാം, റീക്ലെയിംഡ് ആവുന്നല്ലോ. നിങ്ങൾ ആരെല്ലാം നോക്കുന്നുണ്ടോ? വേറെ ഇതിനകത്ത് ആരൊക്കെ ഉണ്ട്? ഇതിനകത്ത് നിങ്ങൾ രണ്ടുപേരേ ഉള്ളോ? ഞാൻ ഇനി മറ്റേതിനകത്തോട്ട് പോകുന്നില്ല. നിങ്ങൾ രണ്ടുപേരേ ഉള്ളോ അതോ നീ മാത്രമേ ഉള്ളൂ ഇപ്പൊ? ആ, ഓക്കെ ഓക്കെ ഓക്കെ. ആരെയും കാണുന്നില്ല. 50 മിനിറ്റ്സിലൊരു ഇനിഷ്യൽ ഹൈ ആണ് പ്രൈസ് സ്വീപ്പ് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക്, ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് വാലിഡ് ആകുമോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ് ആണല്ലോ ഇത്. ഏതാ IFEG ആണ്? ഈ ഒരു ഗ്യാപ്പ് ഇതാണോ പറഞ്ഞത്? ഈ ഒരു സംഭവം? അത് ഞാൻ അതാ പറഞ്ഞത്, ഇതിനെ താഴോട്ട് ഇനിയും പ്രൈസ് പോകണേ അവിടാണ് എൻ്റെ SL. ഓർഡർ ബ്ലോക്ക് ഒക്കെ ഓൾറെഡി മിറ്റേറ്റ് ചെയ്തതാണ്. ഇവിടെ ഇപ്പൊ ഞാൻ കൺസിഡർ ചെയ്യുന്നതാണ്ട് ഈ ഒരു ലോയാണ്, സോറി ഈ ഒരു ഗ്യാപ്പാണ്, ഈ ഒരു ബിസിയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഇവിടുന്ന് പ്രൈസ് കണ്ടിന്യൂസ് റൺ കിട്ടി ബുള്ളിഷ് പോകണം. നമ്മൾക്ക് പിന്നെ ഇവിടെ ഒരു റിയാക്ഷൻ, ഇതൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി ആണ്. ബൈ സൈഡ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഏഷ്യയുടെ ഹൈ നമുക്ക് കൺസിഡർ ചെയ്ത് വാലിഡ് ആണ്. ഏഷ്യയുടെ ഹൈ ഇതാണ്, അല്ല ഏഷ്യയുടെ ഹൈ മേലെ ഉണ്ട്. ഏഷ്യയുടെ ഹൈ ആണിത്, TP. നോക്കാം, ഇത് ഇൻവേർട്ട് ചെയ്യുകയാണെങ്കിൽ അത്ര ക്ലീൻ അല്ലായിരിക്കും ഡെലിവറി. ഈ ഓർഡർ ബ്ലോക്കിന്റെ ആ ഒരു ഏരിയയിലാണ് എൻ്റെ SL. ഓക്കെ, ഇവിടെ വേറെ ഗ്യാപ്സ് ഒന്നും ലോവർ ടൈം ഫ്രെയിമിൽ കാണാനില്ല, ഒരു ഡിസ്പ്ലേസ്മെന്റ് മാത്രമേ ഉള്ളൂ. ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, അതിന്റെ കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ് കുഴപ്പമില്ലാത്ത ഈ രണ്ട് ക്യാൻഡിൽ ഹോൾഡ് ചെയ്ത് ഇത് നോക്കാം എങ്ങനെയാണ്. ഡെലിവറി ഹോൾഡ് ചെയ്ത് സ്വിംഗ് ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇൻവേർട്ട് ചെയ്യില്ലേ നോക്കാം ഫസ്റ്റ്. ഈ ഒരു ക്യാൻഡിലിന്റെ ക്ലോസോടെ കൺസിഡർ ചെയ്ത് ഇൻവേർട്ട് ചെയ്യില്ലെന്ന് അറിയാം, അല്ലെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ആവും. ഇൻവേർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും. ഇൻവേർട്ട് ചെയ്യുമോ നോക്കാം. 8 സെക്കൻഡോടെ 7 സെക്കൻഡ്. ഓ ഇൻവേർട്ട് ചെയ്തില്ല. സി ഇൻവേഷൻ ആണ് വിചാരിച്ചത് സത്യം പറഞ്ഞാൽ. ഞാൻ ഇൻവേഷൻ ആയിട്ട് ബോഡി ക്ലോസ് ചെയ്യാതെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അത് അടിപൊളിയായിരുന്നു വേറെ ഒന്നും. വരുന്നു എനിക്ക്. ഞാനെങ്കിൽ എൻ്റെ മറ്റേ അക്സെപ്റ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യും.
ഓക്കെ, അപ്പം ഇതൊരു സേഫ് സൈഡാണ്. ബൈ സൈഡ് ടേക്കൺ. ഓക്കെ, എടുത്തില്ലേ? ഈക്വൽ ഹൈസ് ആണ് ഇപ്പോഴും സ്റ്റിൽ എടുത്തു. നമുക്ക് അത് ക്ലീൻ ആയിരുന്നു. അതിൻ്റെ ഈ ഒരു വിക്കിൻ്റെ കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ് ആണ് എൻ്റെ SL. ഈ ഒരു എൻട്രിയോ അത് സേഫ് അല്ലെന്നല്ല, വേണമെങ്കിൽ എടുക്കാം. ബിക്കോസ് നമ്മൾ ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്ത ഇതാണ്. ഇവിടെ വേണമെങ്കിൽ എൻട്രീസ് ആഡ് ചെയ്യാം. പക്ഷെ ഇതൊരു റീസെന്റ് ലിക്വിഡിറ്റി സ്വീപ്പ് അല്ലേ, അതുകൊണ്ട് അത്ര സേഫ് അല്ല. ഞാൻ പറഞ്ഞില്ലേ, എൻട്രി ഒന്നെങ്കിൽ ഈ ഒരു ഏരിയയിൽ എടുക്കണമായിരുന്നു, അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കിൽ എൻട്രി എടുക്കാം. ഒന്ന് ഇത്, രണ്ട് ഈ ഒരു IFEG സോറി ഈ ഒരു BC, ഈ രണ്ട് എൻട്രി പ്രൈസ് ഇവിടെ തന്നെ. ഇവിടെ എൻട്രി ഇല്ല, ഈ ഓർഡർ ബ്ലോക്കിൽ എൻട്രി എടുക്കാൻ പറ്റത്തില്ല, ബിക്കോസ് ഇവിടെ ഒരു ഇൻവാലിഡേഷൻ കിട്ടിയതേ ഉള്ളൂ. ഇതിന്റെ മേലെ ബോഡി ക്ലോസ് ചെയ്യാൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ റീട്രേസ്മെന്റിൽ ബൈ നോക്കാം വിത്ത് സ്റ്റോപ്പ് ലോസ് ദിസ് ലോ. പക്ഷെ നമുക്ക് ചെയ്യാം. ഞാൻ ഇതിന്റെ മേലെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ബ്രേക്കിംഗ് സെറ്റ് ചെയ്യും. അതിനെ ബ്രേക്കിംഗ് അടിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല. ഫസ്റ്റ് ട്രേഡ് ബ്രേക്കിങ്ങിനായിരുന്നു. ഓക്കെ, പ്രൈസ് അതിൻ്റെ മേലെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബ്രേക്കിംഗ് സെറ്റ് ചെയ്യാണ്. ആ ബ്രേക്കിംഗ് വന്നു കഴിഞ്ഞാലും ആ ഒരു ഇതിൻ്റെ താഴെയാണ്, ബ്രേക്കിങ്ങിനല്ല അതിൻ്റെ താഴെയാണ്. സോ ഇത് HRലാണ്, റീട്രേസ്മെന്റ് കൺസിഡർ ചെയ്യുന്നു. അഗെയിൻ റീട്രേസ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 50% ബിലോ കൺസിഡർ ചെയ്തത് HRലല്ലേ. അപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് എങ്ങനെ പോയാലും കറക്റ്റ് ആണ്, ഈ ഒരു ഏരിയയിലാണ്. ഒരു ലെയർ എൻട്രി വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇവിടെ. റീട്രേസ്മെന്റ് വരുവാണെങ്കിൽ അത് റീട്രേസ്മെന്റ് അല്ലായിരുന്നു കണ്ടോ. ഉറക്കം വരുന്നു. നാല് എൻട്രി എടുത്തായിരുന്നു. ഈ എൻട്രി ജസ്റ്റ് അല്ല, രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. സെല്ല് എടുത്തായിരുന്നു, ഇത് എടുത്തായിരുന്നു. ഓക്കെ, ഇത് ഓക്കെ 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 കുഴപ്പമില്ല. ഓൾമോസ്റ്റ് 1:2 ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ട്രേഡ്. ഓക്കെ, എന്തായാലും ക്ലോസിംഗ് ഹിയർ. അല്ലേ പാർഷ്യസ്, ഞാൻ തോന്നി എങ്ങനെ പാർഷ്യസ് എടുക്കാൻ. പാർഷ്യസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇൻവേർഷൻ അടിപൊളിയായിരുന്നു അല്ലേ. ഞാൻ വിചാരിച്ചത് ഇൻവേർട്ട് ചെയ്തു എന്ന് വിചാരിച്ചു. ബിക്കോസ് ഇവിടെ നിന്ന് ഒരു ബൈ സൈഡ് സ്വീപ്പ് ചെയ്ത് ഇത് ഇൻവേർട്ട് ചെയ്ത്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ സെൽ സൈഡ് PDRൽ സെൽ സൈഡ് ലിക്വിഡിറ്റിയിലേക്ക് റൺ ചെയ്യുന്നതാണ് ഞാൻ കൺസിഡർ ചെയ്തത്. ബട്ട് ആ ഒരു ബിസി ഹോൾഡ് ചെയ്തതൊക്കെ കൺഫർമേഷൻ ആയി പ്രൈസ്. ഇതൊരു ഇൻവേർട്ട് ചെയ്യാത്തപ്പോൾ തന്നെ അതിന്റെ കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ് നോക്കി, മെയിൻ ത്രെഷോൾഡ് നോക്കി, ഇതിന്റെ ഇത്ര ക്ലീൻ ആണല്ലേ. ഫോർ അവർ ഒരു ഹൈ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ആണല്ലോ, അപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ കിട്ടും.
ഓരോ ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ നമുക്ക് വേറെ വേറെ പിക്ചർ ആണ്, പക്ഷെ അത് ലോവർ ടൈം ഫ്രെയിമിൽ അത് എങ്ങനെ അലൈൻ ചെയ്യാന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് വന്നു കഴിഞ്ഞാൽ ഏത് ഹയർ ടൈം ഫ്രെയിം പോയാലും നമുക്ക് ഡെയിലി ക്യാൻഡിൽ എങ്ങോട്ടേക്കാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് നോക്കിയാൽ മതി. നമ്മള് ലാസ്റ്റ് ഇന്നലെ പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നല്ലോ, മെനഞ്ഞാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു മേജർ ഏരിയ ആണ്, ഓർഡർ ബ്ലോക്ക് ഉണ്ട് താഴെ, പിന്നെ ഒരു സ്വിംഗ് ഉണ്ട്, അത് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺസിഡർ ചെയ്യാം പ്രോബബ്ലി പ്രൈസ് ബുള്ളിഷ് ആയിരിക്കും എന്നുള്ളത്. ബിക്കോസ് അതാണ് നടക്കേണ്ടത്. ബിക്കോസ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, പിന്നെ എക്സ്പാൻഷൻ ടു ബൈ സൈഡ്. ഈ ഒരു ഗ്യാപ്പോ ഇവിടെ റീസെന്റ് ആയിട്ട് സ്വിംഗ് ഒന്നും ഇല്ലല്ലോ. ഐ മീൻ ഇതൊരു റീട്രേസ്മെന്റ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, റീസെന്റ് സ്വിംഗ് ഹൈ ടു സ്വിംഗ് ലോ ആയിരിക്കും കൺസിഡർ ചെയ്യേണ്ടത്. ഒരു ഡീലിംഗ് റേഞ്ച് ആണ് നമുക്ക്. അല്ലെങ്കിൽ ഇതൊരു ജസ്റ്റ് ഒരു ഗ്യാപ്പ് അപ്പയർ ചെയ്തതാണ്. ഐ മീൻ ഇതൊരു വാലിഡ് സ്വിംഗ് തന്നെയാണ്, പക്ഷെ ഇതൊരു സ്വിംഗ് അല്ലേ. വേണമെങ്കിൽ ഈ ഒരു ഇവിടുന്ന് റീട്രേസ്മെന്റ് വരുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. അതൊരിക്കലും പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ഇതൊരു ബ്രേക്ക് ആയ ഈ ഒരു കാണുന്ന ഗ്യാപ്സ് മേ ബി ബ്രേക്ക് ആയ ഗ്യാപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. ഈ കാണുന്ന ഗ്യാപ്സ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നാമത്തെ റീസൺ ഇവിടെ പ്രൈസ് ഓൾറെഡി നിയർ ബൈ ലിക്വിഡിറ്റി ആണ്. അപ്പൊ ഇനി പ്രൈസിന് ഓൾ ദ വേ കം ഡൗൺ ഇവിടുന്ന് വന്നിട്ട് ഇനിയും പ്രൈസ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് പോകേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. സോ അതുകൊണ്ടാണ് ഇതൊരു ബ്രേക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് എങ്ങനെ നോക്കിയാലും ഇതൊരു HRL മൂവ് ആണ്. 62 താഴെ ആയിരിക്കും വരുന്നത് റീട്രേസ്മെന്റ് എടുക്കേണ്ടത്. അപ്പൊ ആ ഒരു ഓർഡർ ബ്ലോക്ക് ഇപ്പൊ മിറ്റിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ പ്രൈസ് ബെയറിഷ് ആണെങ്കിൽ ഇവിടുന്ന് ഒരു നല്ല രീതിയിൽ വന്ന് ഇവിടെ ഒരു IFEG ക്രിയേറ്റ് ചെയ്ത് നമ്മൾ SL അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഈ ഓർഡർ ബ്ലോക്ക് റിയാക്ഷൻ തരുമില്ല എന്നുള്ളത് അപ്പോഴും എനിക്ക് ഡൗട്ടാണ്. എനിക്കറിയില്ല, നോക്കാം നമുക്ക്. എൻ്റെ നറേഷൻ ഈ ഒരു പൈസ ലിക്വിഡിറ്റി എടുക്കാന്നുള്ളതാണ്. ഇനി എടുത്തില്ലെങ്കിൽ പോലും നോക്കി വെച്ചിട്ട്, ബിക്കോസ് ഹയർ ടൈം ഫ്രെയിമില് ഈ ഒരു 50 മിനിറ്റ്സ് ഹയർ ടൈം ഫ്രെയിം അല്ല, 50 മിനിറ്റ്സിൽ ഒരു ഓർഡർ ബ്ലോക്കിൽ പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. മേജർ ഇൻവാലിഡേഷൻ ഓഫ് PDR ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം ഇവിടെ ഇൻവാലിഡേഷൻ ഓഫ് PDR കിട്ടണമെങ്കിൽ ഇതൊരു IFEG ആയിട്ട് പ്രൈസ് ഫോം ചെയ്യണം. സോ അതൊരു കൈൻഡ് ഓഫ് ബെയറിഷിന്റെ ഇൻഡിക്കേഷൻ ആണ്. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ പിന്നെ ഈ ഓർഡർ ബ്ലോക്കോ ഈ സംഭവം നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് ഈ ലോ നോക്കാം സെൽ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട്. അതുകൊണ്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർഡർ ബ്ലോക്ക് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഓക്കെ OB മൈനസ്. ഇവിടെ ഇൻവാലിഡേഷൻ ഓഫ് PDR ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ. വെയിറ്റ് ചെയ്യേ 10 സെക്കൻഡ്. ഇവിടെ ഈ ലിക്വിഡിറ്റി ഓൾറെഡി സ്വീപ്പ് ചെയ്തു. അല്ല, എനിക്ക് ഇവിടുന്ന് ഒരു ഇൻവാലിഡേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നെങ്കിൽ ഈ ലിക്വിഡിറ്റി നോക്കാം, അല്ലെ ഈ ഒരു റീട്രേസ്മെന്റ്. അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു HRL ആണല്ലോ. അപ്പൊ ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്ത റിയാക്ഷൻ ടു ബൈ സൈഡ് ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇവിടെ ഒരു ഇൻവേർഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് നോക്കാം. ഇപ്പൊ എന്തായാലും ഈ ഒരു ട്രേഡ് എന്തായാലും ഇവിടെ ഹോൾഡ് ചെയ്യാം, പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഇത് ഇൻവേർട്ട് ചെയ്തിട്ടില്ല സ്റ്റിൽ. ഈ ഒരു ക്യാൻഡിലൂടെ ഇന്ന് താഴെ ക്ലോസ് ചെയ്യുവാണെങ്കിൽ ഇൻവേർട്ട് ആയിട്ട് കൂട്ടും ഞാൻ. അല്ല, ഞാനിപ്പോ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ഏരിയയില് ബൈ ചെയ്യണമെന്നുള്ളൊരു, ഇവിടെ ഇപ്പൊ എൻട്രി എന്നുള്ള രീതി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ബൈ, ഈ ഒരു ബൈ എടുത്തില്ല പിന്നെ ഇവിടെ ഒരു ബൈ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സപ്പോർട്ടിങ് PDR പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതൊരു IFEG ആയി കണ്ടോ, ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് റിയാക്ഷൻ തന്നില്ല.
സോ അതുകൊണ്ട് ഇവിടുന്ന് ഒരു എൻട്രി എടുക്കാൻ അത് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റത്തില്ല പ്രൈസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ഇവിടുന്ന് ഇപ്പൊ നോക്കുവാണെങ്കിൽ എച്ച് ആറിലാണ്. എച്ച് ആറിലെ റീട്രേസ്മെന്റ് മാത്രമേ നോക്കുന്നുള്ളൂ. അതായത് ഇപ്പൊ വന്നിരിക്കുന്ന ഈ ഒരു ഏരിയ 62 ഒരു ഏരിയ മാത്രമേ ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ ലിക്വിഡിറ്റി ആയിട്ട്. ഇതിന്റെ താഴെയുള്ള ഗ്യാപ്സും ഇതൊന്നും വേണേൽ വിക്ക് വന്ന് എടുത്തിട്ട് പോകാം. ബട്ട് സ്റ്റിൽ ഇത് ഇൻവേർട്ട് ചെയ്തല്ലോ. ഒരു ലിക്വിഡിറ്റി ഹൈ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. 1 മിനിറ്റ് ഇൻവേർഷൻ കിട്ടിയിട്ടുണ്ട്. ഇത് ബി പി ആർ ആണ്. ഒരു ബി പി ആർ ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ നമ്മുടെ 62 റീട്രേസ്മെന്റ് വിക്ക് ആയത് കണ്ടോ. ഓക്കെ, ആ ഒരു റീട്രേസ്മെന്റ് ഉണ്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ താഴെ ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് വരേണ്ട ആവശ്യമില്ല. ഇനി വന്നു കഴിഞ്ഞാൽ വെയിറ്റ് നോക്കാം പ്രൈസ് എങ്ങനെ റിയാക്ഷൻ തരുന്നു. അപ്പൊ റിയാക്ട് ചെയ്യാം, അല്ലാതെ പ്രിഡിക്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യണ്ട. ഇവിടെ തന്നെ ഇവിടെ ബി പി ആറിന്റെ കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ് മാറ്റർ ആണ്. സോ ഫിക്സഡ് ടൈപ്പ് ചെയ്തില്ല. ബ്രാൻഡ് നെയിം ഞാനിപ്പോൾ ഇത് വീപ്പർ ആണെന്ന് ഓൾറെഡി പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ഇതിനെ ഒരു സിബി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഇവിടുത്തെ ഇൻവേർഷൻ ഇവിടെ കൺസിഡർ ചെയ്യുകയാണ്. ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ. ഇതൊരു സിബി ആണ്, ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഇവിടെ ഓൾറെഡി ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെ ഇൻവേർഷന് നമുക്ക് നമ്മുടെ സംഭവം പ്ലേ ചെയ്തിട്ടുണ്ട്. ഐ മീൻ ഇവിടെ നമുക്ക് ഇൻവാലിഡേഷൻ ഓഫ് PDRI കിട്ടിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഹൈ ടൈം ഫ്രെയിം ബേസ് നോക്കുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യാം. പിന്നെ ഈ ടൈം കൂടെ കൺസിഡർ ചെയ്യണം. ഐ മീൻ നമ്മള് മാക്രോ കഴിഞ്ഞ് മാക്രോയിലുള്ള ഡെലിവറി നോക്കിയേ, കണ്ടോ, ഇത് നോക്കിയേ, കണ്ടോ, ഇത് കണ്ടോ. സോ ഇതൊരു സ്വീപ്പ് ആണ്. ഇതിന്റെ കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ ഇതിന്റെ സെന്റർ പാർട്ട്. സി അതൊരു നല്ലൊരു ഇതിന്റെ അബോ പ്രൈസ് ക്ലോസ് ചെയ്താൽ അതിന്റെ സ്റ്റോപ്പ് ലോസ് ഇതിന്റെ താഴെ ആയിരിക്കും. ഈ ഓർഡർ ബ്ലോക്കിലേക്കൊന്നും പിന്നെ പ്രൈസ് വരേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ നോക്കാം. ഈ ഒരു ഓർഡർ ബ്ലോക്ക് നോക്കട്ടെ വെയിറ്റ് ചെയ്യാം. നോ ഐഡിയ. കേട്ടില്ല. 4 hour 4 hour ഓർഡർ ബ്ലോക്ക് ആണോ? അല്ല, ഇപ്പൊ ഈ ഒരു റീട്രേസ്മെന്റ് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഈ ഒരു ഓർഡർ ബ്ലോക്കിന്റെ മാത്രമായിട്ടായിരിക്കും. ബിക്കോസ് ഇവിടെ ഈ ഒരു മിറ്റിഗേഷൻ കിട്ടി റീട്രേസ്മെന്റ് HR-ലാണല്ലോ. 50 മിനിറ്റ്സോ 5 മിനിറ്റ്സോ 3 മിനിറ്റ്സോ ഒക്കെ ഒരു HR-ലാണ്. HR-ലെ റീട്രേസ്മെന്റ് കൺസിഡർ ചെയ്തിട്ട് പ്രൈസ് അഗൈൻ ഒരു ബുള്ളിഷ് ടു സ്വീപ്പ് ബൈ സൈഡ് ലിക്വിഡിറ്റി. പിന്നെ അത് മാത്രമല്ല 1 hour നോക്കുകയാണെങ്കിൽ നമുക്ക് ഈക്വൽ ഹൈസ് ഉണ്ട്, പിന്നെ 4 hour ഒരു ഗ്യാപ്പ് ഉണ്ട്. സോ
ബ്ലോക്കിലായിട്ട് ലെയർ ചെയ്യാം. ഓർഡർ ബ്ലോക്ക് മിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? റീസെന്റ് ആയിട്ടൊരു ലിക്വിഡിറ്റി കൂടെ പ്രൈസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സ്വീപ്പ് ചെയ്തു. ലാസ്റ്റ് മിനിറ്റ് മാക്രോ $50 minutes will still side side. Need to go up for this wiser liquidity. Invert ചെയ്യോ സാധനം? What do you think? Invalidation of VDR again, retracement, HRL retracement. Yeah, invalidation of VDR. ഓർഡർ ബ്ലോക്കിന് കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ് above പ്രൈസ് ക്ലോസ് ചെയ്തോന്ന് കൂടെ നോക്കാം. ഇല്ല, അത് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ് സി പ്രൈസ് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ IFAGയുടെ ഓപ്പൺ പ്രൈസ് മിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞില്ലേ, റീട്രേസ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പ്രൈസ് ഇങ്ങനെയല്ല റൺ ചെയ്യുന്നത്. ഇങ്ങനൊരു സംഭവങ്ങളുണ്ട്. റീട്രേസ്മെന്റ് എപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. റീട്രേസ്മെന്റ് വരുമ്പോഴേ പിന്നെ നോക്കുക, ആ റീട്രേസ്മെന്റ് പ്രൈസ് ഹോൾഡ് ചെയ്യേണ്ട ഏരിയയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടോ, അത്രേ ഉള്ളൂ. അത്രയും മാത്രമേ ഉള്ളൂ. ഏതാടാ? ആ ആ ആ എടാ, നീ റിലേ ചെയ്യുന്ന ഒരു ടൈം ഫ്രെയിം ആണ്, അതേ തന്നെ റിലേ ചെയ്യും. നീ മാറ്റി നോക്കുമ്പോൾ അതിനകത്ത് പല ഇത് കാണാൻ പറ്റും. പക്ഷെ ഞാനിപ്പോ ഇത്ര നോക്കിയുള്ളൂ. പ്രൈസ് ഇതാ ഇവിടെ ഒരു റിയാക്ഷൻ തരുന്നു. അതിന്റെ റീസൺ എന്താണ്? 15 മിനിറ്റ്സിലോട്ട് ഞാൻ നോക്കി. ഓക്കെ, ഇവിടെ ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഈ ഓർഡർ ബ്ലോക്കിൽ പ്രൈസ് മിറ്റേറ്റ് ചെയ്താൽ ഞാൻ നോക്കുന്ന ടൈം ഫ്രെയിം 1 മിനിറ്റ് ആണ്. 1 മിനിറ്റിൽ പ്രൈസ് എവിടത്തേക്ക് വരാം?
ഇതാണ് എൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ഡീലിംഗ് റേഞ്ച്. ഇതിൽ ഞാൻ പറഞ്ഞു ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ആസ് ഓഫ് നൗ, ബിക്കോസ് അതിൻ്റെ ആവശ്യമില്ല. ആ ഇവിടുന്ന് വേണമെങ്കിൽ ഒരു എൻട്രി എടുക്കാം, ബിക്കോസ് ഇവിടെ ഈക്വൽ ഹൈസ് ഉണ്ടല്ലോ. അപ്പം ഒരു ഓർഡർ ബ്ലോക്കിൽ കൺസിഡർ ചെയ്യാം. ഈ ഒരു ഡൗൺ മൂവിൽ ഒരു വേണമെങ്കിൽ ഒരു എൻട്രി എടുക്കാം. കണ്ണുകൂട്ടി വയ്യല്ലേ ബിക്കോസ് അവിടെ ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നതിന് മെയിൻ കാരണം ഇവിടെ താണ്ട ഇവരുടെ ഒരു റിലേറ്റീവ് ലോസ് പ്രൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്. അപ്പൊ അത് സ്വീപ്പ് ചെയ്യണമല്ലോ പ്രൈസ്. ഇവിടെ ഞാൻ ബൈ എടുക്കുവാണെങ്കിൽ ഒബ്വിയസ്ലി ഇതിന്റെ തൊട്ട് താഴെ ഈ IFPR ഈ ഒരു മോൺസിനെ ക്രോസ്മെന്റ് ബിക്കോസ് അതിൽ കൂടുതൽ റിസ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഓക്കെ. സോറി പനിയ. എന്ത് രസം ഇങ്ങനെ ട്രേഡ് ചെയ്യാൻ ഇല്ലയോ? മഴയും കൂടെ കാണാമായിരുന്നു. നല്ല ലോ ടൈം ഫ്രെയിമിൽ റീഅക്യുമുലേഷൻ ആണ്. വേണ്ടാത്ത ഡിസ്ട്രാക്ഷൻ ഒക്കെ ഒഴിവാക്കിക്കളയട്ടെ. കാണുമ്പോൾ ഡൗട്ട് വരും നിങ്ങൾക്ക്. അല്ല ഈ ഒരു നോക്കിയ ആ ഒരു എന്തുവാ ഐ മീൻ ആ ഒരു എൻട്രി നോക്കിയേ, ബൈ സെൽ ക്ലീൻ ആയിരുന്നു. 1:2 അടിപൊളിയായിരുന്നു. അതങ്ങനെയായിരുന്നു. ഐ മീൻ ഇത് എങ്ങനെയായിരുന്നു എൻട്രി എടുത്തത്? ഓക്കെ ഇവിടുന്ന് ഏതായിരുന്നു ഞാൻ ഓർഡർ ബ്ലോക്ക് മീറ്റിയേറ്റ് ചെയ്തു, ഡിസ്പ്ലേസ് ചെയ്തു, റീട്രേസ്മെന്റ് അല്ല ഈ ഒരു ഏരിയയിലായിരുന്നു. ആ ഓർഡർ ബ്ലോക്ക് മീറ്റിയേറ്റ് ചെയ്ത് റീട്രേസ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ താഴെ അസല് 214 നോക്കാം. ഓ 1:2 ഈ ഒരു ഏരിയയില ഓൾമോസ്റ്റ് 1:3 റൺ ചെയ്തായിരുന്നു. SMD എനിക്ക് തോന്നി എനിക്കത് തോന്നി. എന്താണ് ഈ ലാഗ് അടിക്കുന്നത്? ഒന്ന് SL അടിക്കണം, അല്ലെ ബ്രേക്ക് അടിക്കണം, അല്ലെ TP അടിക്കണം.
എന്താടാ എന്താണ് ഇന്നലെ ഇട്ട എന്ത്? ആ യൂട്യൂബിൽ ഇട്ടത്. അതെനിക്ക് പറയണമെന്ന് തോന്നിയപ്പോ ഓക്കെ, എന്തായാലും തോട്ട് വരുമ്പോ എനിക്ക് ഇടുന്നതാണോ നല്ലത്. ഇത് എന്തുവാടെ ഇത് എത്ര പിപ്പ് റൺ ചെയ്ത് നോക്കട്ടെ നമ്മള്. ഓക്കെ, 10 പിപ്പോളം റൺ ചെയ്തു. നമ്മുടെ 10 പിപ്പിലാണ് ടീപ്പ്. ഓക്കെ, ഇനി ഒരു എല്ലാം ക്ലോസ് ചെയ്യുവാണ് ബൈ സൈഡ് എടുത്തോണ്ട്. ഓക്കെ ഓക്കെ, ഉറക്കം വരുന്നു, നമുക്ക് ഉറങ്ങട്ടെ കുറച്ച് നേരം. അപ്പം നമുക്ക് പറ്റുമെങ്കിൽ ന്യൂയോർക്കിലിരിക്കാം. നോക്കട്ടെ, മിക്കവാറും ന്യൂയോർക്കിൽ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കയറി വരും. അതാണ് ന്യൂയോർക്കിലിരിക്കാത്ത, അല്ല പറഞ്ഞല്ല. പിന്നെ ഓവറോൾ നോക്കുമ്പോൾ ക്ലീൻ ആയിരുന്നു ഡെലിവറി. ഐ മീൻ ഓക്കെ ആയിരുന്നു. നമ്മൾ സെൽ സൈഡ് നോക്കി, സെൽ സൈഡ് ട്രിഗർ ചെയ്തില്ല. അതിന് മുമ്പ് ഡിസ്പ്ലേസ്മെന്റ് ഇൻവാലിഡേഷൻ ഓഫ് PDRA ഉണ്ട്. ബൈ സൈഡ് സ്വീപ്പ് ചെയ്തു റീട്രേസ്മെന്റ് കൺസിഡർ ചെയ്തു. ബൈ ടു അനദർ ലിക്വിഡിറ്റി. സോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എത്ര പേരുണ്ട് ഇപ്പം? ഞാൻ മറ്റേ ടാബിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാൻ. അപ്പം ഓക്കെ, 4 പേരല്ലേ? അടിപൊളി. ശരിയെന്നാ നമുക്ക് ന്യൂയോർക്കിലിരിക്കാം. ശരി, ബൈ 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 ബൈ. എല്ലാവരും പോയി.